എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലുള്ള സെലക്സ് മാളിലെ ബാർബിക്യൂ നാഷനിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കണ നമ്മുടെ ക്ലയൻ്റായിട്ടുള്ള ചാവക്കാട് മെഹന്തി വെഡ്ഡിങ് മാൾ. അവരുടെ ഇക്കഴിഞ്ഞ ഓണം സെയിൽ അതിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്ത സെലക്റ്റഡായ സ്റ്റാഫുകൾക്ക് ഒരു ഡിന്നർ ബാർബിക്യൂ നാഷനിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കൊച്ചുമുതലാളി നഹാസ് ഭായി ഞങ്ങളെയും കൂടി ക്ഷണിച്ചിട്ടുണ്ട്. വെജിറ്റേറിയനായ എൻ്റെ അമ്മയ്ക്ക് ബാർബിക്യൂൻ്റെ മണം തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ദീപും ഒരു ഊബർ പിടിച്ചിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്യണ പരിപാടി ഇല്ലാത്ത ബുഫേ മാത്രം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ അറിവിൽ ബാർബിക്യൂ നാഷൻ മാത്രമേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കയറുന്നവരൊക്കെ ബുഫേ കഴിക്കാനുള്ള വയറായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഈ കാണുന്ന 30-ലധികം ഐറ്റംസ് ഇവരുടെ ബുഫേയിലുണ്ട്. എന്തായാലും അകത്തോട്ടൊന്ന് കയറിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റല്ലെന്നൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന്? നഹാസ് എന്ന് പറഞ്ഞിട്ട് അവരെത്തിയിട്ടില്ല അല്ലേ? ആ ബുക്കിംഗ് ഉണ്ടല്ലേ? ഓക്കെ. നല്ലൊരു വാം ലൈറ്റിങ്ങും പഴയ മലയാളം പാട്ടൊക്കെ ആയിട്ട് കയറി ചെന്നപ്പോൾ തന്നെ നല്ലൊരു മൂഡ് അങ്ങോട്ട് സെറ്റായി. ഞങ്ങൾ കയറി അങ്ങോട്ട് ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നഹാസ് ഭായും ഫാമിലിയൊക്കെ എത്തി. നഹാസ് ഭായുടെ വൈഫ് ഷാനത്താനെ ഞാനിവിടെ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത്താക്ക് ഒരു വിമൻസ് ജിമ്മൊക്കെ ഉണ്ട്. മാത്രമല്ല ഇത്ത വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റും വർക്കൗട്ടും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്നേം ദീപുനം പോലെ സ്ഥിരമായിട്ട് ബുഫേ കഴിക്കുമ്പോഴാണ് പ്രശ്നം. വല്ലപ്പോഴൊക്കെ കഴിക്കണോണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് ഇത്ത പറയണേ. അങ്ങനെ ചാവക്കാട് മെഹന്തി വെഡ്ഡിങ് മാളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാഫുകളും നഹാസ് ഭായുടെ ഫാമിലിയും ഞങ്ങളും എല്ലാവരും ബുഫേ കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ബാർബിക്യൂ നാഷനിലെ സ്പെഷ്യൽ ഫോർക്ക്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്യൂവറിൽ നിന്ന് മീറ്റ് ഇങ്ങനെ ഇറക്കി പ്ലേറ്റിലേക്ക് ഇടുക. ബാർബിക്യൂൻ്റെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിനു മുമ്പ് ബുഫേയിലുള്ള ഐറ്റംസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഞാനും നഹാസ് ഭായും ബുഫേ കൗണ്ടറിൻ്റെ അവിടേക്ക് നീങ്ങി. ആദ്യത്തെ ഐറ്റം പ്ലെയിൻ റൈസും ദാലുമായിരുന്നു. പിന്നെ നൂഡിൽസും ചിക്കൻ കറിയും അങ്ങനെ തുടങ്ങി ഏകദേശം 30-ലധികം ഐറ്റംസ് ഇവിടുത്തെ ബുഫേയിലുണ്ടായിരുന്നു. ചിക്കൻ കറിയോ ഫിഷ് ബിരിയാണിയോ? ഇനിയിപ്പോൾ സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ വെജിലും നോൺ വെജിലായിട്ട് 2 സൂപ്പുണ്ട്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഉണ്ട്. അതുകൂടാണ്ട് വേറെയും സാലഡ്സ് ഉണ്ട്. സാലഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഡെസേർട്ട് ഐറ്റംസും ഉണ്ട്. ഡെസേർട്ട്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പേസ്ട്രീസും ലഡൂസും ഐസ്ക്രീംസും അങ്ങനെ കുറേ ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതുമുണ്ട്. എന്തായാലും ഐറ്റംസൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ വേഗം ടേബിളിലേക്ക് പോയി. ഞാൻ ചെല്ലുമ്പോൾ ടേബിളിൽ എല്ലാവർക്കും സ്റ്റാർട്ടേഴ്സൊക്കെ വിളമ്പണ ഒരു ടൈമായിരുന്നു. ആദ്യം സെർവ് ചെയ്തത് ഗ്രിൽഡ് ബോൺലെസ് ചിക്കൻ വിത്ത് മയോ ഡിപ്പായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ക്രിസ്പി കോൺസും വിളമ്പി. ക്രിസ്പി കോൺസ് ആയാലും ചിക്കൻ ആയാലും രണ്ടും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ്. ഇതിനു മുമ്പ് 2 തവണ ഞാൻ ബാർബിക്യൂ നാഷനിൽ നിന്ന് ബുഫേ കഴിച്ചിട്ടുണ്ട്. മുൻപ് കഴിച്ചതിനേക്കാളും നല്ല കിടിലൻ സ്റ്റാർട്ടേഴ്സാണ് ഇന്ന് തൃശ്ശൂരുള്ള ബാർബിക്യൂ നാഷനിൽ ഞങ്ങൾക്ക് സെർവ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ടീമിൽ പലരും ആദ്യമായിട്ടാണ് ബാർബിക്യൂ നാഷനിൽ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ലൈവായിട്ട് നമ്മുടെ ടേബിളിൽ തന്നെ ബാർബിക്യൂ ഗ്രില്ല് സെറ്റ് ചെയ്യണതും കനലിൻ്റെ മുകളിലേക്ക് സ്ക്യൂവറിൽ മീറ്റും കോണും പൈനാപ്പിളും അങ്ങനെ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്യണതും ഒക്കെ ഒരു കൗതുകമുള്ള കാഴ്ചയായിരുന്നു. മുൻപ് എപ്പോഴോ ഒരു തവണ വന്നിട്ടുണ്ടെങ്കിലും ദീപുവിന് അതൊന്നും ഓർമ്മയില്ല എന്നാണ് പറയണേ. ഫിഷല്ലേ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കട്ട സപ്പോർട്ടേഴ്സാണ് നഹാസ് ഭായും ഫാമിലി. ഞാനിങ്ങനെ കഴിക്കണതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴേ മോൾക്ക് ചെറിയ ചമ്മലും ചിരിയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഫുഡ് അടിക്കുമ്പോൾ ക്യാമറനെ മൈൻഡാക്കാറേ ഇല്ല. ഇടവും വല നോക്കാണ്ട് അങ്ങോട്ട് കഴിക്കുക. അതാണ് എൻ്റെ ദീപുവിൻ്റെയും ഒരു രീതി. ടേബിളിൽ 2-3 സൈസ് ഡിപ്പും ചട്നീസൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കൂട്ടാനാണ് ഇത്ര നേരം കഴിച്ചത്.
തന്തൂരി ചിക്കനും മിൻറ്റ് ചട്നിയും എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോ ആണ്. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. തന്തൂരി ചിക്കനും ആ ഗ്രീൻ ചട്നിയും കൂടി കൂട്ടി കഴിച്ചപ്പോൾ നല്ല കിട്ടിയിലാണ് ടേസ്റ്റായിരുന്നു. ദീപുവിൻ്റെ മുഖത്തും അമിട്ട് വിരിയണ പോലെയായിരുന്നു ഭാവങ്ങൾ. ലൈവ് ഗ്രില്ലിൻ്റെ മേലെ പല പല ഐറ്റംസും മാറി മാറി വരുന്നുണ്ടെങ്കിലും ഷേനത്ത പ്രോൺസ് എടുക്കണ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു ഐറ്റം ടേബിളിൽ വന്നിട്ടുണ്ടെന്ന് ഞാനും അറിയണേ. അപ്പം തന്നെ ഒരു പീസ് അങ്ങോട്ട് അടിച്ചു. ഈ ഒരു പ്രോൺസ് ഉണ്ടല്ലോ, ഇതുണ്ടാക്കിയവന് ഒരു ഉമ്മ കൊടുത്താലും തെറ്റില്ല. അത്രയ്ക്കും കിടിലനായിട്ടുണ്ട്. സെറ്റായില്ല. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് തന്നെ വയറ് ഏകദേശം ഫുള്ളായി. എന്നാലും ബുഫേ ആയിട്ട് കുറച്ച് ബിരിയാണിയെങ്കിലും കഴിക്കണ്ടേ. നല്ല ആവി പറക്കണ ബിരിയാണി ഞാനും ദീപും 2 കയ്യിൽ വെച്ച് പ്ലേറ്റിലേക്ക് ഇട്ടു. നെക്സ്റ്റ് നമ്മളെടുത്തത് മട്ടനാണ്. കുറച്ച് നാളായി മട്ടൻ കഴിച്ചിട്ട്. പിന്നെ നല്ല ചുമന്നിരിക്കുന്ന മട്ടൻ്റെ ഗ്രേവിയും കൂടി കണ്ടപ്പോൾ കൊതി അങ്ങോട്ട് മൂത്തു. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുമ്പോഴേ ഇടയ്ക്ക് ഇത്തിരി സലാഡൊക്കെ നല്ലതാ. എല്ലാം ഒന്ന് ദഹിച്ച് പോണ്ടേ. നൂഡിൽസ് ഉണ്ട്, പക്ഷേ എല്ലാം കൂടി കഴിച്ചാൽ ഞാനല്ല പോകാൻ പറ്റില്ല, ഇവിടെ കിടക്കേണ്ടി വരും. ഫുഡൊക്കെ എടുത്ത് ടേബിളിലേക്ക് തിരിച്ച് മടങ്ങുമ്പോഴേ ആരുടെയോ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ നടക്കണ്ടായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബർത്ത്ഡേ സെലിബ്രേഷന് ഇജാതി കയ്യടി കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സാണ് ഇവിടുത്തെ. ഓരോ തവണയും അവർ വന്ന് ഭക്ഷണത്തിനെ കുറിച്ചും ടേസ്റ്റിനെ കുറിച്ചും ഇനി എന്തെങ്കിലും വേണോ അങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ ഹാപ്പി ആക്കുന്ന രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം. നമ്മുടെ നേരമോൾക്കും ബിരിയാണി നല്ല ഇഷ്ടമായി. പക്ഷെ ക്യാമറ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ദീപുവിൻ്റെ ഒരു ട്രെയിനിങ് വേണ്ടി വരുന്ന തോന്നണേ. മട്ടൻ നല്ല സ്പൈസിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ആ മട്ടൻ്റെ ഗ്രേവിയും ചിക്കൻ ബിരിയാണിയുടെ കുറച്ച് റൈസും അതിൻ്റെ കൂടെ ഒരു സ്ലൈസ് കുക്കുംബർ കൂടി വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. ഇതാണ് ശരിക്കുള്ള ആടുജീവിതം. എന്താ ഒരു സുഖം. അവിടെ നിന്ന് അങ്ങോട്ട് ബിരിയാണി ആയാലും മട്ടൻ കറിയായാലും രണ്ടും തീർന്ന വഴി അറിഞ്ഞില്ല. ഞങ്ങളൊക്കെ ബിരിയാണി ആണെങ്കിൽ നഹാസ് ഭായ് നൂഡിൽസാണ് എടുത്തത്. നല്ല കിട്ടിലൻ നൂഡിൽസാണെന്നാണ് പറഞ്ഞത്. പക്ഷേ വയറ്റിൽ ഒരു തരി പോലും സ്പേസ് ഇല്ല. നമ്മുടെ ടീമിലെ എല്ലാവരും നല്ല ഉഷാറിലാണ്. സൂപ്പർ ഫാസ്റ്റായിട്ടുള്ള എൻ്റെ ദീപുവിൻ്റെ ഒക്കെ ഫുഡ് അടി കഴിഞ്ഞെങ്കിൽ ഇവരൊക്കെ മെയിൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിസേർട്സ് എടുക്കാൻ പോയപ്പോഴേ ഒരു പ്ലേറ്റിൽ ഡിസേർട്സ് ആയിട്ട് നമ്മുടെ ഫിറ്റ്നസ് ക്വീൻ ഷേനത്താനെ കൈയോടെ പിടികൂടി. തൊട്ടു പുറകിലായിട്ട് നഹാസ് ഭായ് ഒരു പീസ് മട്ടനും കുറച്ച് റൈസായിട്ട് വരുന്നതും കണ്ടു. പാലട കഴിഞ്ഞാൽ ദീപിൻ്റെ ഫേവറേറ്റാണ് സേമിയ പായസം. ഒരു ബൗളിൽ നിറയെ സേമിയ പായസം ആദ്യം തന്നെ ഞങ്ങൾ എടുത്തു. ഗുലാബ് ജാമുൻ വളരെ ഇഷ്ടമാണെങ്കിലും ഇത്തവണ വെറുതെ വിടാനാണ് തോന്നിയത്. അത് കഴിഞ്ഞ് സ്ട്രോബെറിയും വാനിലയും 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീംസും 1-2 സ്കൂപ്പ് വെച്ചെടുത്തു. പിന്നെ മാംഗോ കസ്റ്റാർഡും 1-2 പേസ്ട്രീസും അങ്ങനെ എല്ലാം കൂടി പ്ലേറ്റ് അങ്ങോട്ട് നിറച്ചു എന്ന് തന്നെ പറയാം. അടിപൊളിയുണ്ടല്ലോ സംഗതി. ഒരു പ്ലേറ്റ് നിറയെ ഐറ്റംസ് ആയിട്ട് വരുന്ന ദീപുവിനെ കണ്ടപ്പോഴേ ഉമ്മ പറയായിരുന്നു ഇങ്ങനെ വേണം പിള്ളേരെന്ന്. പായസം കുടിച്ചോട്ടെ. പായസം എനിക്ക് സേമിയ പായസം ഇഷ്ടമില്ലേ. എനിക്ക് ഇഷ്ടമായില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഉമ്മയും എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കേണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോയിൽ വരുന്നറിഞ്ഞപ്പോൾ ഉമ്മയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ആ ഒരു ചിരികൾക്കും തമാശയ്ക്കിടയിൽ ദീപു കുൽഫിയായിട്ടെത്തി. ഇത് കൂടാണ്ട് ഇവരുടെ മെനുവിൽ ചാറ്റ്സും അങ്ങനെ പല പല ഐറ്റംസും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു വയറും കൂടി വാടകയ്ക്ക് എടുത്ത് വരേണ്ട അവസ്ഥയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ബുഫേ കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ബുഫേയുടെ അവസാനം അവർ നമുക്ക് ഒരു കേക്ക് കൂടി കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നു. കേക്ക് കട്ട് ചെയ്യാനായിട്ട് സെയിൽസ് ടീമിനെ നയിച്ച മിത്രേനെയും മറ്റ് സ്റ്റാഫുകളെയും നഹാസ് ഭായ് ക്ഷണിച്ചു. Thank you.
ഒരു ഗെറ്റ് ടുഗദറൊക്കെ പോലെ. ഭയങ്കര ഹാപ്പിയാണ് മെഹന്തി ഫാമിലിയിൽ ജോയിൻ ചെയ്ത അന്ന് മുതൽ ടിൽ ഈ മൊമെന്റ് വരെ നമ്മൾ. സോ ഇനിയും ഫ്യൂച്ചറിലും ഈ ഒരു ജേണിയിൽ ഒപ്പം ഉണ്ടാവാൻ പറ്റുമെന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മുടെ ടീം നെക്സ്റ്റ് ടീമായാലും അവർക്കൊരു പ്രചോദനം എന്നൊക്കെ പറയുന്നത്. ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാനേജ്മെന്റിന് കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ആസ് എംപ്ലോയി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹൈദർക്ക, ബോസ്ക, സുബൈദ, ഷെഫീഖ് ഇവരൊക്കെ നമ്മളെ പഴയ കുറേ വർഷങ്ങളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാനന്ന് പറഞ്ഞു തരുന്നത് ഇതുപോലെ തൃശ്ശൂർ പോയിട്ട് ഫുഡ് അടിക്കുന്നുള്ള എല്ലാം പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടുന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും സപ്പോർട്ടും അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് നേരമ്മളോടും നമ്മുടെ മെഹന്തി ടീമിനോടും ബായ് പറയുന്നതിന് മുമ്പ് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഫോട്ടോ കൂടി എടുത്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ചാവക്കാട് മെഹന്തി വെഡ്ഡിങ് മാളിൻ്റെ കൂടെ വർക്ക് ചെയ്യണു. അന്ന് മുതൽ ഇന്ന് വരെ നഹാസ് ബായ് എന്നെ ഒരു ഫാമിലി മെമ്പറെ പോലെയാണ് ട്രീറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇന്ന് ബാർബിക്യൂ നാഷനിലെ ഡിന്നറും വളരെ സ്പെഷ്യലായിരുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ. നിന്നെതിരേൽക്കുമല്ലോ പൗർണമി പെൺകുടി, പാടി വരവേൽക്കുമല്ലോ പാതിരാ പുള്ളുകൾ. നിന്റെ അനുവാദമറിയാൻ എൻ മനം കാതോർത്തിരിപ്പൂ. എന്നു വരുമെന്നെന്നും കൊതിയാർന്നിരിപ്പൂ. വരില്ലേ നീ വരില്ലേ കാവ്യപൂജാ ബിംബമേ, നീലാവായി നീലരാവിൽ നിൽപ്പൂ മൂകം